ഹലോ എവരിവൺ, മോജോ ടെക് കഫേയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണയും നമുക്ക് ഫേസ് ലിഫ്റ്റിംഗ് ചെയ്യാനുള്ളത് നമ്മുടെ ടൈപ്പ് 1-ലുള്ള ഇന്നോവ ക്രിസ്റ്റേനെയാണ്. ടൈപ്പ് 3-ലേക്കാണ് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കാൻ പോകുന്നത്. ടൈപ്പ് 3 കൺവേർഷൻ്റെ കൂടെ തന്നെ നമുക്കിതിൽ കുറേ പെയിൻറ്റിങ് ജോബുകൾ ചെയ്യാനുണ്ട്. അത്യാവശ്യം പഴക്കമുള്ള വണ്ടിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ റഫായിട്ട് ഉപയോഗിച്ചൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്ത് നല്ല ഫ്രഷ് വണ്ടിയാക്കി മാറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ ഒരു ഫേസ് ലിഫ്റ്റിംഗ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പെയിൻറ്റിംഗ് ബൂത്തിലാണ്. കാരണം നമുക്ക് സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഫേസ് ലിഫ്റ്റിങ്ങും അതേപോലെ തന്നെ മേജറായിട്ട് കുറേ പെയിൻറ്റിംഗ് വർക്കുകൾ ഫിനിഷ് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ കളർ വരുന്നത് പേൾ വൈറ്റിലാണ്. ഏകദേശം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ ബമ്പറും അതിൻ്റെ മേളിലുണ്ടായിരുന്ന ഒരു ഗാർഡ് ഉണ്ട്, അത് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും റിമൂവ് ചെയ്തെടുക്കലാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഗാർഡും ബമ്പറും ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഫേസ് ലിഫ്റ്റിങ്ങിന് വേണ്ട ടൈപ്പ് 3 കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ടൈപ്പ് 1 ക്രിസ്റ്റയിൽ ഓൾറെഡി ഉള്ള ഫോഗ് ലാമ്പും ഇൻഡിക്കേറ്ററും തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത്. അതിനാകെ അഡീഷണൽ ആയിട്ട് വേണ്ടത് ഫോഗ് ലാമ്പിൻ്റെ ഒരു ഫ്രെയിം ഉണ്ട്. അത് നമുക്ക് ഒറിജിനൽ ജെന്യൂൻ പാർട്സ് കിറ്റിൽ തന്നെ വരുന്നത് കൊണ്ട് അത് നമ്മൾ വേറെ സെപ്പറേറ്റ് മേടിക്കേണ്ട കാര്യമില്ല. ഒക്കെ പ്രോപ്പർ ഫിറ്റിംഗ് ആണ് ശരിക്കും ടൈപ്പ് 1 ക്രിസ്റ്റയിലേക്ക് ടൈപ്പ് 3 കിറ്റ് വരുന്ന സമയത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ കോംപ്ലിക്കേഷൻ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ബമ്പറിന്റെ കൂടെ വരുന്ന ബാക്കിയുള്ള എലമെന്റ്സും ഗ്രില്ലും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഫേസ് ലിഫ്റ്റിംഗ് ജോബ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നേരെ കടക്കാൻ പോകുന്നത് ഡീറ്റെയിലിംഗിലേക്കാണ്. ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡീറ്റെയിൽ ആയിട്ടുള്ള വാഷിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ബോഡി കോമ്പൗണ്ടിങ്ങിലേക്ക് പോളിഷിംഗ് പ്രോസസ്സിലേക്ക് കടക്കുക. പോളിഷിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 2 ലെയർ സെറാമിക് കോട്ടിംഗ് കംപ്ലീറ്റ് എക്സ്റ്റീരിയർ പാർട്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് ടൈപ്പ് 3 കൺവേർഷനും അതേപോലെ തന്നെ സെറാമിക് കോട്ടിങ്ങും നമുക്കുണ്ടായിരുന്ന കുറേ പെൻഡിങ് പെയിന്റിംഗ് ജോബുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഉള്ള ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ 2016, അതായത് ടൈപ്പ് 1-ലുള്ള വണ്ടീനെ നമ്മൾ മൊത്തത്തിൽ മാറ്റിയെടുത്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ലുക്ക് വേണമെങ്കിൽ 2024 ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ടൈപ്പ് 3-ലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് ഫേസ് ആണ് ഈ വണ്ടിയുടെ കൺവേർഷനിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ടൈപ്പ് 3 കൺവേർഷനിൽ, അതായത് ടൈപ്പ് 1 വാഹനങ്ങൾ ടൈപ്പ് 3-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്നാൽ പോലും ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെയിനായിട്ട് ടൈപ്പ് 1-നെ 3-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മാറുന്ന പാർട്സിൽ മേജറായിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു ഗ്രില്ല്, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബമ്പർ. ഈ ഒരു ബമ്പറിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കുറേ ക്രോം എലമെന്റ്സ്, ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് 3 ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ മാത്രം കാണുന്ന ഒരുപാട് ക്രോം എലമെന്റ്സ് നമ്മൾ ഈ ഒരു വാഹനത്തിലും ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും ഫ്രഷ് ലുക്ക് തന്നെ, അതും ഏറ്റവും റിച്ച് ലുക്ക് തന്നെ ക്രിസ്റ്റകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോം എലമെൻസ് ഒക്കെ കൊടുക്കാറുള്ളത്. ഈ ഒരു ക്രോം എലമെൻസിലൊന്നും നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല, കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല. പലരും ചോദിക്കാറുണ്ട് നിങ്ങളെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ കുറച്ച് അധികം അല്ലേ എന്നുള്ളത്. ബഡ്ജറ്റ് വൈസ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, പലരും പറയുന്നത് കേട്ടൊന്നും നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഷോറൂമിൽ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വണ്ടികൾ നമ്മൾ ടൈപ്പ് 3-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു കോൺഫിഡൻസ് പറയട്ടെ. ഏറ്റവും മനോഹരമായ ലുക്കിലേക്ക് ടൈപ്പ് 3-നെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോം എലമെന്റ്സ് കൂടാതെ പറ്റില്ല. ഈ ഒരു ക്രോം എലമെന്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് വൈസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രോം എലമെന്റ്സിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ ഒരു ക്രിസ്റ്റ ബാഡ്ജിങ്. ശരിക്കും ഈ ക്രിസ്റ്റ ബാഡ്ജിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി എന്താ പറയുക, ഈ ഒരു ലുക്കിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു എലമെൻ്റാണ് ഈ ഒരു ക്രിസ്റ്റ ബാഡ്ജിങ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എൽ ഷേപ്പിലുള്ള ക്രോം, പിന്നെ നമ്മൾ ഈ ഒരു ലോഗോ, പിന്നെ ഈ ഒരു ആകൃതിയിൽ വരുന്ന ഈ ഒരു ക്രോം ഫിനിഷ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് 3-ന് എത്രയും ലുക്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു എൽ ഷേപ്പിലുള്ള ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു കൂടെ തന്നെ വരുന്ന ഈ ഒരു ക്രോം എലമെൻ്റാണ്. ഫോഗ് ലാമ്പിനെ പറ്റി പറയുമ്പോൾ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ടൈപ്പ് 1 ഇന്നോവ ക്രിസ്റ്റകൾ ടൈപ്പ് 3-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതേ ഫോഗ് ലാമ്പും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. എന്നാൽ ടൈപ്പ് 2-ൽ നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് 2-ലേക്ക് ചെറിയൊരു മാറ്റം ടൊയോട്ട കൊണ്ടുവന്നതുകൊണ്ട് ടൈപ്പ് 3 ഇന്നോവ ക്രിസ്റ്റകളുടെ ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ ഒന്നും നമുക്ക് ടൈപ്പ് 3-ൽ നിലനിർത്താൻ സാധിക്കില്ല. അതിൻ്റേതായിട്ടുള്ളൊരു ബഡ്ജറ്റിൽ വ്യത്യാസം ടൈപ്പ് 2-നെ 3-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടുണ്ടാവും. എന്നാലും ഏറ്റവും കൂടുതലുള്ളത് ടൈപ്പ് 1 ഇന്നോവ ക്രിസ്റ്റകളായതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ടൈപ്പ് 1-നെ 3-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെന്നാലും നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പും ഇൻഡിക്കേറ്ററും മാറ്റേണ്ട കാര്യമല്ല. പക്ഷേ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു ബ്ലാക്ക് കവർ, അത് പല വണ്ടികളിലും ക്രോം ആയിരിക്കും.
ടൈപ്പ് 1 ക്രോം ആയിരിക്കും. അത് നമ്മൾ മാറ്റിയിട്ട് ടൈപ്പ് 3 മാറുന്ന സമയത്ത് ഈ ഒരു ഫോഗ്രാമിൻ്റെ കവർ കൊടുത്തേ മതിയാവുള്ളൂ. കൺവേർഷൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഈ വാഹനത്തിൽ അത്യാവശ്യം പെയിൻറ്റിങ് ജോബുകൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു റൈറ്റ് സൈഡ് ഫുൾ പോർഷൻസ് നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബമ്പറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഫെൻഡർ പോർഷൻ, അതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഡോറ്, ബാക്ക് ഡോറ്, അതിൽ തന്നെ ഈ ഒരു ക്വാർട്ടർ പാനലിൽ കുറച്ച് ഡെൻറ്റ് ഉണ്ടായത് കാരണം ഇതൊക്കെ നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റീപെയിൻറ്റ് വന്നതുകൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ ഒരു സെറാമിക് കോട്ടിങ് നമ്മൾ ഈ കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. കാരണം അദ്ദേഹം പുറത്തുനിന്ന് എടുത്തൊരു വാഹനമായിരുന്നു, അത് മൂപ്പർക്കൊന്ന് ഫ്രഷ് ആക്കി ഏറ്റവും ലേറ്റസ്റ്റ് ലുക്കിൽ ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഫ്രഷ്നെസ്സിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഡീറ്റെയിലിംഗ് വർക്കുകൾ. സെറാമിക് കോട്ടിങ് തന്നെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് എക്സ്റ്റീരിയർ ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്ത് അണ്ടർ ബോഡി വരെ നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഈ വാഹനത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഡീറ്റെയിലിംഗ് സെറാമിക് കോട്ടിംഗ് വർക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വേറൊരു അഡീഷണൽ എലമെൻറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പറയാൻ മറന്നത് ഈ ഒരു ഡോർ ബീഡിംഗ് ആണ്. ക്രോം ഫിനിഷിൽ വരുന്ന നല്ല ക്വാളിറ്റി ഡോർ ബീഡിംഗ് ആണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ പെയിൻറ്റ് ഫെയ്ഡ് ആവുകയോ അല്ലെങ്കിൽ ഈ ഒരു ക്രോം ഫിനിഷ് ഫെയ്ഡ് ആവുന്ന പ്രശ്നം വരുന്നില്ല. അത്രയും ക്വാളിറ്റി ഉള്ള പാർട്സാണ് നമ്മൾ ഇതിൽ ആകെ ഇട്ടിരിക്കുന്നത്. പിന്നെ പറയാൻ മറന്നൊരു കാര്യം, കമ്പനിയിൽ 10,000 കണക്കിന് വില വരുന്ന മഡ് ഫ്ലാപ്പ്, നമ്മൾ നല്ല ബഡ്ജറ്റിൽ നമുക്ക് മഡ് ഫ്ലാപ്പുകളൊക്കെ എല്ലാ വാഹനങ്ങളുടെയും അവൈലബിൾ ആണ്. മഡ് ഫ്ലാപ്പ് നമ്മൾ ഇതിൽ മാറ്റിയിട്ടുണ്ട്. പൊതുവേ ക്രിസ്റ്റ, ഫോർച്യൂണറിനൊക്കെ എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കാറുണ്ട് മഡ് ഫ്ലാപ്പ് പൊട്ടിയ കേസിൻ്റെ ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ ഭയങ്കര ബഡ്ജറ്റ് വരുന്ന കാര്യം. മുന്നേ റീലിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് 16,000 രൂപയ്ക്കാണ് ഒരു ഫോർച്യൂണറിൻ്റെ മഡ് ഫ്ലാപ്പിൻ്റെ റേറ്റ് വരുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറും 2,500 അല്ലെങ്കിൽ 3,000 രൂപയ്ക്ക് ഉള്ളിൽ നല്ല ക്വാളിറ്റി, കമ്പനീനെ വെല്ലുന്ന ക്വാളിറ്റി മഡ് ഫ്ലാപ്പുകൾ നമുക്ക് നൽകാൻ സാധിക്കും. അതും നല്ല ക്വാളിറ്റിയിൽ ഒരുപാട് കാലം ഡ്യൂറബിൾ ആയിട്ടുള്ള മഡ് ഫ്ലാപ്പുകൾ. അതേപോലെ തന്നെ ഒരുപാട് ആക്സസറീസ് ഏത് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ, ഈ കൂട്ടത്തിൽ തന്നെ പറയാം. അപ്പോൾ മറ്റുള്ള ആക്സസറി സംഭവങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ്, ഈ ഒരു ക്രോം ഫിനിഷിലുള്ള ഡിക്കിയിൽ വരുന്ന ഈ ഒരു പ്ലേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഗോ പഴയ ലോഗോ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു റിഫ്ലക്ടർ മാട്രിക്സ് പുറകിൽ ഇൻഡിക്കേറ്ററിനും പാർക്കിങ്ങിനും ബ്രേക്കിങ്ങിനും ഒക്കെ ലൈറ്റ് എന്നുള്ളൊരു സംഭവത്തിന് ഇവിടെ ഉണ്ടായിരുന്ന ഡമ്മി നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് റിഫ്ലക്ടർ മാട്രിക്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ലുക്ക് വൈസ് ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞ സജഷൻസ് തന്നെയാണ് പുറകിലൊക്കെ ശരിക്കും പറഞ്ഞ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ LED ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പുകളൊക്കെ നമുക്ക് ക്രിസ്റ്റകൾക്ക് വേണ്ടിയിട്ട് ടൈപ്പ് 1-നും 2-നും 3-നും ഒക്കെ വരുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തവണ കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണ്ടാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഭാവിയിൽ ചെയ്യും. മുന്നേ എന്തായാലും പുറകുവശത്ത് നമ്മൾ വലിയ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു സ്പോയിലറിന് ചെറിയ ഫെയ്ഡിങ് ഉണ്ടായത് കാരണം ഇത് നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ പെയിൻറ്റിങ് വർക്ക് അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് യാതൊരുവിധ കളർ മിസ്മാച്ചിങ്ങോ അല്ലെങ്കിൽ ഡിഫറൻസോ തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗ്യാരണ്ടിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് 3 കൺവേർഷന്, അതും ടൈപ്പ് 1-ൽ നിന്ന് 3-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു വാഹനത്തിന് നമുക്ക് എത്ര ബഡ്ജറ്റ് വരും എന്നുള്ള കാര്യമാണ്. പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ കംപ്ലീറ്റ് കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഫുൾ ക്രോം പാർട്സും അതേപോലെ തന്നെ ഗ്രില്ലും ബമ്പറും അതിൻ്റെ ഇൻസ്റ്റാളേഷനും എല്ലാം അടക്കം നമുക്ക് ആകെ വരുന്നത് വെറും 60,000 രൂപയ്ക്കുള്ളിലാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ശരിക്കും ഇന്ന് ഇന്നോവ ക്രിസ്റ്റകൾ അതും ടൈപ്പ് 3-ൽ ഓൺ റോഡിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 30 ലക്ഷം വരെ ബഡ്ജറ്റിലാണ്. ആ ഒരു ഡിഫറൻസ്, അതായത് വെറും 15 ലക്ഷത്തിനോ അല്ലെങ്കിൽ 16 ലക്ഷത്തിനോ എടുക്കുന്ന നമ്മുടെ ഇന്നോവ ക്രിസ്റ്റകൾ വെറും ചുരുങ്ങിയ 60,000 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ബഡ്ജറ്റിൽ നമുക്ക് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏകദേശം 7 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. അതും നമ്മൾ പുതിയ ക്രിസ്റ്റകളിൽ നമുക്ക് കാണാത്ത കുറേ എലമെൻറ്റ്സ്, അതായത് വെറും ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ മാത്രം കാണുന്ന ഒരുപാട് ക്രോം എലമെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലുക്കിലേക്ക് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു കൺവേർഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ടൈപ്പ് 2-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്ന കസ്റ്റമറെ പോലും ഈ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് സിമ്പിളായിട്ട് കാര്യം ഉൾക്കൊള്ളുന്നതും അവർ ഈ ഒരു ടൈപ്പ് 3 കൺവേർഷൻ തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നതും. ഇത്തരത്തിലുള്ള ഒരുപാട് കൺവേർഷൻ വീഡിയോകൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു 2 ഇന്നോവ ക്രിസ്റ്റകൾ ഒരേ ദിവസം, അതും ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ ആയിരുന്നു രണ്ടും ഒരേ ദിവസം നമ്മൾ ഡെലിവറി ചെയ്തത്. ശരിക്കും നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്കും ഒരു വീഡിയോ ഒക്കെ തന്നെയായിരുന്നു അത്. എന്ത് തന്നെ ആയാലും നമ്മൾ ഈ ഒരു ടൈപ്പ് 3 കൺവേർഷനിലെ മാസ്റ്റേഴ്സ് ആണെന്ന് തന്നെ നമുക്ക് ഒരു അഷ്വറൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും. അത് പെയിൻറ്റിങ്ങിലായാലും സെറാമിക് കോട്ടിങ്ങിലായാലും ഈ ഒരു കൺവേർഷനിലായാലും അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ്, അത്രയും ക്വാളിറ്റിയുള്ള വർക്ക്, അത്രയും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മാൻ പവറോട് കൂടി നമുക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തരാൻ പറ്റും. അത് മോജോ ഓട്ടോ കഫേ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. നമുക്ക് നമ്മളെ ഷോപ്പ് വരുന്ന ലൊക്കേഷൻ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നടുവണ്ണൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്
കോഴിക്കോട് ടൗണിൽ നിന്ന് കുറ്റ്യാടി ഹൈവേയിൽ കുറ്റ്യാടിക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നടുവണ്ണൂർ എത്തും. ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. നമ്മുടെ ഷോപ്പിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയ ഇൻഫർമേഷൻ നൽകിയെന്ന് മാത്രം. എന്തെന്നാലും ഇത്തരത്തിലുള്ള കൺവേർഷൻ വർക്കുകൾക്കും അതേപോലെ തന്നെ ഡീറ്റെയിലിംഗ് വർക്കുകൾക്കും മറ്റുള്ള ആക്സസറീസ് ജോബുകൾക്കും ഈവൻ കാർ വാഷിന് പോലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോസ് വരുമ്പോൾ അത് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തൊരു വർക്കുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, അതുവരെ സ്റ്റേ ട്യൂൺ.